ലോകത്തെ ഏറ്റവും ജനത്തിരക്കേറിയ കേന്ദ്രങ്ങളിലൊന്നായ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ വെടിവെപ്പ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക സമയം 3:40 നഗരത്തെ നടുക്കിയ സംഭവമുണ്ടായത്. വെടിവെപ്പിൽ പരിക്കേറ്റ ഒരാളെ ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തോക്കുധാരിയായ പ്രതിയെ സാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. NBA ചാമ്പ്യന്മാരായ ന്യൂയോർക്ക് നിക്സ് ആവേശകരമായ വിജയാഘോഷങ്ങൾ ലോവർ മൻഹട്ടിൽ നടക്കുന്നതിനിടെയാണ് വെടിവയ്പ് ഉണ്ടായത്. കൂടാതെ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്കായി നഗരത്തിലെത്തിയ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും കായിക പ്രേമികളും ഈ സമയം ടൈംസ് സ്ക്വയറിലുണ്ടായിരുന്നു. വിജയാഘോഷങ്ങളുടെയും ലോകകപ്പിന്റെയും പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി 10,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നഗരത്തിൽ വിന്യസിപ്പിച്ചിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിന് തൊട്ടടുത്തു വെച്ചാണ് അക്രമി വെടിയുയർത്തത്. വെടിയൊച്ച കേട്ടതോടെ ടൈംസ് സ്ക്വയറിലുണ്ടായിരുന്ന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും നാട്ടുകാരും ഭയന്നോടുകയും സുരക്ഷിത സ്ഥലങ്ങൾക്കായി പരക്കം പായുകയും ചെയ്തു. ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വെടിയൊച്ച കേട്ട ഉടൻ തന്നെ പെട്രോളിംഗിലുണ്ടായിരുന്ന പോലീസ് സംഘം അക്രമിയെ വളയുകയും ആയുധമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ കീഴടക്കുകയുമായിരുന്നു. പരിക്കേറ്റ വ്യക്തിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. ആക്രമണത്തിനു പിന്നാലെ കാരണം വ്യക്തമല്ലെന്നും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ന്യൂയോർക്ക് പോലീസ് അറിയിച്ചു.